ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എൻക്ലെക്സാറിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രാബീസ് ഡിസീസ് ആണ്. ഇതിൻ്റെ വേറൊരു പേരാണ് ഗ്ലോബോയിഡ് സെൽ ലൂക്കോഡിസ്ട്രോഫി. എന്താണ് ഗ്ലോബോയിഡ് സെൽ ലൂക്കോഡിസ്ട്രോഫി അല്ലെങ്കിൽ ക്രാബീസ് ഡിസീസ്? ഇത് വളരെ റെയർ ആയിട്ടുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. ഗാലക്ടോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ നെർവ് സിസ്റ്റത്തിൽ ഡീമൈലിനേഷൻ ഉണ്ടാകുന്ന പ്രോസസ് ആണിത്. ഇനി എങ്ങനെയാണ് നെർവ് സിസ്റ്റത്തിലെ ഡീമൈലിനേഷൻ ഉണ്ടാകുന്നത് എന്നറിയുന്നതിന് മുമ്പ് ഒരു 3 ടേംസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഗാലക്ടോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈം. എന്താണ് ഈ ഒരു എൻസൈം ചെയ്യുന്നത്? ഈ ഒരു എൻസൈം നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ടോക്സിക് സബ്സ്റ്റൻസസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. രണ്ടാമത്തെ ഒരു ടേം എന്ന് പറയുന്ന ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് മൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മൈലിൻ ഷീത്ത്. എന്താണ് മൈലിൻ ഷീത്ത് ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ന്യൂറോൺസിനെ കവർ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഷീറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൈലിൻ ഷീറ്റ് ഉള്ളത് കൊണ്ടാണ് ന്യൂറോൺസിൽ കറക്റ്റായിട്ട് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ 3 ടേംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാത്തോഫിസിയോളജി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കണ്ടു ഗാലക്ടോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്തോ സംഭവിക്കും? ടോക്സിക് സബ്സ്റ്റൻസസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഈ നെർവസ് സിസ്റ്റത്തിൽ ടോക്സിക് സബ്സ്റ്റൻസസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പോയി ഒളിഗോഡെൻഡ്രോസൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് മൈലിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഡീമൈലിനേഷനിലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ ഡീമൈലിനേഷൻ ഉണ്ടാകുന്നത്. ഡീമൈലിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നെർവ്സിൽ ഉണ്ടാകുന്ന സിഗ്നൽസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുകയോ ചെയ്യുന്നു. അങ്ങനെ വിച്ച് വിൽ ലീഡ്സ് ടു സിവിയർ ന്യൂറോളജിക്കൽ ഡിറ്റീരിയറേഷൻ. ഇങ്ങനെയാണ് ക്രാബീസ് ഡിസീസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഇനി ക്രാബീസ് ഡിസീസിന്റെ ഓൺസെറ്റ് അനുസരിച്ച് ഇതിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസ്, അതുപോലെ തന്നെ ലേറ്റ് ഓൺസെറ്റ് ക്രാബീസ് ഡിസീസ്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ അത് എപ്പോഴാണ് വരിക എന്നത് നമുക്ക് മനസ്സിലാകും. ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസ് എന്ന് പറയുന്ന ടൈപ്പാണ് ഏറ്റവും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ 85 to 90% കേസുകളും ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അതായത് ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസിൽ ഇൻഫൻസിയിൽ തന്നെ ക്രാബീസ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യപ്പെടും. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഏകദേശം 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഡിസീസ് കണ്ടീഷൻ എവിഡന്റ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസ് അതിന്റെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആണ്. ഏകദേശം ഒരു 2 വയസ്സിനുള്ളിൽ തന്നെ ആ കുഞ്ഞിന് ഡെത്ത് സംഭവിക്കാം. അതായത് പേര് പോലെ തന്നെയാണ് ലേറ്റ് ഓൺസെറ്റ് ക്രാബീസ് ഡിസീസ്. ഇത് ഇൻഫൻസിക്ക് ശേഷം ചൈൽഡ്ഹുഡിലോ അഡൾട്ട്ഹുഡിലോ അഡോളസൻസിലോ ഒക്കെ ആയിരിക്കും ഈ ഒരു ഡിസീസ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യപ്പെടുക. ഇതിന്റെ പ്രോഗ്രസും അതുപോലെ തന്നെ സ്ലോ ആയിരിക്കും. എന്നിരുന്നാലും ഇതിനും സിവിയർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും. അടുത്തതായിട്ട് എന്തൊക്കെയാണ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസിന്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ആണ്. നമുക്കറിയാം ഇൻഫന്റ് ഒരു കുഞ്ഞാണ്. അപ്പം എന്തായിരിക്കും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ എക്സിബിറ്റ് ചെയ്യുക? എക്സ്ട്രീം ഇറിറ്റബിലിറ്റി, അതുപോലെ തന്നെ എക്സസീവ് ക്രൈയിങ്. 2 E ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. രണ്ടാമതായിട്ട് ഫീഡിംഗ് ഡിസബിലിറ്റി. എക്സസീവ് ആയിട്ട് ഫീഡിംഗ് ഡിസബിലിറ്റി വരുമ്പോൾ വിച്ച് വിൽ ലീഡ്സ് ടു പുവർ വെയിറ്റ് ഗെയിൻ ആണ്. അടുത്തതായിട്ട് കാണപ്പെടുന്നതാണ് സീഷേഴ്സ്, അതുപോലെ തന്നെ മസിൽ സ്റ്റിഫ്നെസ്, മസിൽ വീക്ക്നെസ്, ലോസ് ഓഫ് ഹെഡ് കൺട്രോൾ, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിലേ. ഇതുകൂടാതെ സീഷർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആണ്. അടുത്തതായിട്ട് ലേറ്റ് ഓൺസെറ്റ് ആണ്. ലേറ്റ് ഓൺസെറ്റിൽ നമുക്ക് കാണാൻ പറ്റുക മസിൽ വീക്ക്നെസ്, ഡിഫിക്കൽട്ടി വാക്കിംഗ്, ലോസ് ഓഫ് ഫൈൻ മോട്ടോർ സ്കിൽസ്, numbness or tingling in lips, slurred speech, cognitive decline, memory problems, അതുപോലെ തന്നെ ഹിയറിംഗ് ആൻഡ് വിഷൻ ലോസ്. അടുത്തതായിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഈ ഒരു രോഗം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് പകരം നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഷേഴ്സും അതുപോലെ തന്നെ സിംറ്റമാറ്റിക് മാനേജ്മെന്റുമാണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ കണ്ടു സീഷർ എന്ന് പറയുന്നത് ഇതിന്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആന്റി കൺവൾസൻ ഡ്രഗ്സ് നമ്മൾ കൊടുക്കും. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ ആണ്. അപ്പം പെയിൻ മാനേജ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. കംഫോർട്ട് കെയർ, അതുപോലെ തന്നെ ഫീഡിംഗ് സപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളായിരിക്കും സപ്പോർട്ടീവ് മെഷേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് എൻക്ലെക്സാറിൻ റിലേറ്റ് ചെയ്ത് ക്രാബീസ് ഡിസീസിൽ എന്ത് കാര്യമാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്നത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്നാമതായിട്ട് ദർ ഈസ് നോ ക്യൂർ ഫോർ ക്രാബീസ് ഡിസീസ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സപ്പോർട്ടീവ് തെറാപ്പിക്കാണ്. രണ്ടാമതായിട്ട് ഇൻഫന്റൈൽ ക്രാബീസ് ഡിസീസ് എന്ന് പറയുന്ന റാപ്പിഡ് പ്രോഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും കംഫോർട്ട് കെയറിനാണ്. മൂന്നാമതായിട്ട്
റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്, അതായത് ആസ്പിറേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ് ഈ ഒരു ഡിസീസ് കണ്ടീഷനിൽ. മെയിനായിട്ടും ആ ഒരു കാരണമായിരിക്കും ഡെത്തിലോട്ട് ലീഡ് ചെയ്യുക. നാലാമതായിട്ട് മോണിറ്റർ ഫീഡിംഗ് ഇഷ്യൂസ്, മസിൽ സ്റ്റിഫ്നെസ് ആൻഡ് ന്യൂറോളജിക്കൽ ഡിക്ലൈൻ. ഒരു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫീഡിംഗ് ഇഷ്യൂസ്, അതുപോലെ തന്നെ മസിൽ സ്റ്റിഫ്നെസ്, അതേപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ന്യൂറോളജിക്കൽ ഡിക്ലൈൻ ആണ്. ഫൈനലി ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് ബിഫോർ ഫാമിലി പ്ലാനിങ്. സോ ക്രാബീസ് ഡിസീസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു NCLEX ആരൻ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A nurse is working in the pediatric neurology unit and is assigned to a 4-month-old infant diagnosed with the infantile Krabbe's disease. Which of the following interventions should the nurse prioritize the infant's plan of care? ഈ ഒരു ക്വസ്റ്റ്യൻ പ്രയോറിറ്റി ആൻഡ് ഡെലിഗേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ഇംപ്ലിമെന്റ് സീഷർ പ്രിക്കോഷൻസ് ആൻഡ് അഡ്മിനിസ്റ്റർ ആന്റി കൺവാലസൻസ് ആസ് പ്രിസ്ക്രൈബ്ഡ്. രണ്ടാമത്തത്, എൻകറേജ് ഹൈ കലോറി ഓറൽ ഫീഡിങ്സ് ടു പ്രിവെന്റ് മാൽന്യൂട്രീഷൻ. 3, teach the parent that the child will regain developmental milestones with the therapy. 4, prepare the infant for an emergent ഹെമോപോയറ്റിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എന്താണ്? സീഷർ പ്രിക്കോഷൻ പ്രോപ്പറായിട്ട് എടുക്കുക, അതോടൊപ്പം തന്നെ ആന്റി കൺവൾസൻസ് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഇത് പ്രയോറിറ്റി ആൻഡ് ഡെലിഗേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു NCLEX ആരൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പം പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ സീഷർ പ്രിവെൻഷനും അതുപോലെ ആന്റി കൺവൾസൻറ്റ് മെഡിക്കേഷനുമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്രാബീസ് ഡിസീസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു NCLEX ആരൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Needus Academy, India's #1 language academy.